ഇപ്പോൾ ഉള്ള കുഴപ്പം എന്താ? നമുക്ക് അവരുടെ ഭാഷ അറിയോ? നിങ്ങളെ ഇവിടെ ഇരിക്കുന്നതിൽ 1980 മുമ്പ് ജനിച്ച എത്ര പേരുണ്ട്? എല്ലാവരും കൈവെക്കും ഓൾമോസ്റ്റ്. അബുവും എനിക്ക് തോന്നുന്നു നമ്മുടെ സിംപ്ലിഫൈ അഗ്രിയിലെ ചെറുപ്പക്കാർ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും 80 ശേഷം മുമ്പ് ജനിച്ചവരോ അല്ലെങ്കിൽ 80-നും 90-നും ഇടയ്ക്ക് ജനിച്ച ആൾക്കാരോ ഒക്കെ ആയിരിക്കുമല്ലോ. 80-ന് മുമ്പ് ജനിച്ച ആൾക്കാരെ നമ്മുടെ കുട്ടികൾ വിളിക്കുന്ന പേര് ബൂമർ ഗ്യാങ് എന്നാണ് വിളിക്കുന്നത്. അബു എന്താണ് കൃത്യമായ വാക്ക്? ബൂമർ ഗ്യാങ് എന്നുള്ളതാണ് വിളിക്കുന്നത്. അപ്പോൾ നമുക്കറിയോ ഈ പേര്? അറിയില്ല. ഈ 80-നും ഒരു 1990-നും ഇടയിൽ ജനിച്ച ആൾക്കാരെ ജനറേഷൻ എക്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ജനറേഷൻ എക്സിൻ്റെ 1ാമത്തെ വർഷക്കാരനാണ്. 1980 എൻ്റെ ബർത്ത് ഇയർ. അതിനുശേഷം 1990-നും 2000-നും ഇടയിൽ ജനിക്കുന്ന ആൾക്കാരെ കൃത്യം കണക്കൊന്നും അല്ല കേട്ടോ, ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും. എങ്കിലും ഏകദേശം ആ 90s to 2000 ആൾക്കാരെ ജനറേഷൻ വൈ അല്ലെങ്കിൽ മില്ലേനിയൽസ് എന്ന് വിളിക്കും. അതിനുശേഷം ഈ 2000-ന് ശേഷം ജനിക്കുന്ന 2010 വരെയുള്ള ആൾക്കാരെ ജനറേഷൻ ഇസഡ് അല്ലെങ്കിൽ ജെൻസി എന്ന് വിളിക്കും. അതിനുശേഷം 2010 മുതൽ 2020 വരെയുള്ള സമയത്ത് ജനിച്ച ആൾക്കാരെ ജനറേഷൻ ആൽഫ എന്ന് വിളിക്കും. നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ കുട്ടികളൊക്കെ ജനറേഷൻ ആൽഫയാണ്. അതിനും ശേഷം ഒരു തലമുറ ഉണ്ടായി, ഒരു കോവിഡ് ബേബീസ് എന്ന് പറയും. കോവിഡ് സമയത്ത് ജനിച്ച 2020-ന് ശേഷം ജനിച്ച കുട്ടികൾ. ഇതിൽ എനിക്ക് നിങ്ങളെ ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാവും, നിങ്ങൾക്ക് എന്നെയും ഓൾമോസ്റ്റ് ഒക്കെ മനസ്സിലാവും. കാരണം ഞങ്ങൾക്കിടയിൽ ഒരു 10 വർഷത്തിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിലും ഐ ക്യാൻ മാനേജ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും. എനിക്ക് ശേഷമുള്ള 90-കളിൽ ജനിച്ച ആ പിള്ളേരെയും എനിക്ക് വലിയ കുഴപ്പമില്ല, അത് മനസ്സിലാവും. നിങ്ങൾക്ക് ചെറിയ വ്യത്യാസം, പ്രശ്നങ്ങൾ തോന്നും. പക്ഷേ 90-ന് ശേഷം ജനിച്ച മനുഷ്യർക്ക് 2000-ന് ശേഷം ജനിച്ച മനുഷ്യരെ മനസ്സിലാവില്ല. അവരുടെ ഭാഷ വ്യത്യാസമാണ്. 2000-ന് ശേഷം ജനിച്ച ആൾക്കാർക്ക് 2010-ന് ശേഷം ജനിച്ച പിള്ളേരെ ഒട്ടും മനസ്സിലാവില്ല. ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഭാഷ കേട്ടാൽ നിങ്ങൾക്ക് ഒരക്ഷരം മനസ്സിലാവില്ല. അവരുപയോഗിക്കുന്ന ഇംഗ്ലീഷ് നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷില്ല. അബു അതിൻ്റെ ഒരു എക്സ്പെർട്ടാണ്. അബുവിൻ്റെ പ്രായം ജെൻസി ആണെങ്കിലും അബു ജെൻ ആൽഫയെ പോലെ സംസാരിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇല്ലല്ലേ? മനസ്സിലാകാറില്ല. ശരി. പല വാക്കുകളും ഇപ്പോൾ അവർ വന്നിട്ട് പറയാണ്, അപ്പോൾ എത്ര മകനാണോ മകനാണോ മകളാണോ മക്കളുണ്ടോ? എത്ര വയസ്സുണ്ട്? 18 വയസ്സ്. ഓക്കെ. അയാളുടെ താഴെയുള്ളൊരു കുട്ടി ഉണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ 18 വയസ്സുള്ള കുട്ടി വന്നിട്ട് അമ്മേ യു ലുക്ക് വെരി സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മനസ്സിലാവുക? യു ലുക്ക് വെരി സസ്പീഷ്യസ്. ഇതാണ് അതിൻ്റെ അർത്ഥം. റിലേഷൻഷിപ്പുകൾ പോലും മാറുന്നുണ്ട്. പണ്ടത്തെ നമ്മളുടെ ഒരു ബന്ധങ്ങളെ പറ്റിയുള്ള നിർവചനങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് മാറുന്നുണ്ട്. റിലേഷൻഷിപ്പുകൾക്കകത്ത് നമുക്ക് വിചാരിക്കാത്ത ഒരുപാട് തലങ്ങളുണ്ടായിക്കഴിഞ്ഞു. ജെൻഡറിനെ കാണുന്ന രീതി മാറി. നമുക്ക് ആണും പെണ്ണുമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ ലോകത്ത് ജെൻഡർ സ്പെക്ട്രമാണ്. അതവർ വളരെ സ്വാഭാവികമായി മനസ്സിലാക്കുന്നൊരു സമയമാണ്. ഇങ്ങനെയുള്ള പുതിയ കാഴ്ചകൾ വരുന്നു എന്നുള്ളത് മാത്രമല്ല, ഇവർക്ക് ടെക്നോളജിയിലുള്ള ആക്സസ് നമുക്കുള്ള ആക്സസ് അല്ല. ഒരേ ഫോൺ നമ്മുടെ കയ്യിലിരിക്കുമ്പോഴും ഒരു ചില സമയത്തൊക്കെ ഭയങ്കര രസമായിട്ട് ചില ഒബ്സർവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു ഇവൻറ്റിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ 7 വയസ്സുള്ളൊരു പെൺകുട്ടിയുണ്ട്, കുഞ്ഞിക്കുട്ടി, നല്ലൊരു സുന്ദരിക്കുട്ടി. അപ്പോൾ ഞാൻ ഈ കുട്ടിയെടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മയുണ്ട്. അമ്മയെടുത്ത് ചോദിക്കുന്നു, എങ്ങനെയാണ് മോള് മൊബൈലൊക്കെ കാണുമോ? കാണാറുണ്ട്, എൻ്റെ മൊബൈലാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ തൊപ്പി അറിയുമെന്ന് ചോദിച്ചു. തൊപ്പി എന്നുള്ള ആളിനെ നിങ്ങൾക്കറിയോ? കേട്ടിട്ടുണ്ടോ? കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടോ? നമുക്കറിയുന്നത് എങ്ങനെയാണ്? പത്രത്തിലൊരു വാർത്ത വന്നു, തൊപ്പി എന്ന് പറഞ്ഞിട്ടൊരു മനുഷ്യൻ ഒരു കടയുടെ ഉദ്ഘാടനത്തിന് വന്നിട്ട് തെറി വിളിച്ചു, മനുഷ്യന്മാരെ തെറി വിളിച്ചു. അവിടെ കാണാൻ കുറേ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളുടെ മുമ്പ് വെച്ച് തെറി വിളിച്ചപ്പോൾ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. ഇതാണ് നമുക്ക് തൊപ്പിയെ പറ്റി അറിയുന്നത്. അപ്പോൾ ഞാൻ ഈ കുട്ടിയുടെ അടുത്ത് ചോദിച്ചു, തൊപ്പി അറിയോ? എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെ അറിയാം? തൊപ്പി ഒരു യൂട്യൂബറാണ്. അപ്പോൾ ചോദിച്ചു, എന്താ യൂട്യൂബർ? പുള്ളി ഒരു ഗെയിമറാണ്, നല്ല ഗെയിമറാണ്. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്ക് തൊപ്പി അറിയോ? അറിയാം. തൊപ്പി എങ്ങനെ അറിയാം? തൊപ്പി മറ്റേ പോലീസുകാർ പിടിച്ചോണ്ട് അയാൾ. ഇവർക്ക് രണ്ടുപേർക്കും തൊപ്പി എന്ന ഒരാളിനെ അറിയുന്ന 2 രീതിയിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, തൊപ്പി മോളെ എങ്ങനെയാണ് പരിചയപ്പെട്ടത്? ഞാൻ എൻ്റെ ഫോൺ വഴി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഓക്കെ ശരി, അമ്മയുടെ ഫോണല്ലേ മോൾ ഉപയോഗിക്കുന്നത്? അപ്പോൾ അമ്മയ്ക്കറിയോ? അത് തൊപ്പി യൂട്യൂബൊക്കെ ചെയ്യുമോ? അമ്മയ്ക്കറിയില്ല. അമ്മയുടെ ഫോൺ എടുത്ത് മോള് തൊപ്പിയുടെ വീഡിയോ കണ്ടിട്ട് ആ ഫോൺ തിരിച്ച് അമ്മയുടെ കൈ കിട്ടുമ്പോൾ തൊപ്പിയില്ല, അപ്രത്യക്ഷമായി കഴിഞ്ഞു. അത് കുട്ടി ഡിലീറ്റ് ചെയ്യുന്നതാണ് ഞാൻ പറയില്ല. അത് സാങ്കേതിക വിദ്യ ഉണ്ടാക്കുന്ന ഒരു ഗിമ്മിക്കാണ്. നമുക്ക് ഓരോരുത്തർക്കും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കിത്തരാൻ സാങ്കേതിക വിദ്യയ്ക്ക് പറ്റും. മാത്രവുമല്ല,
കുട്ടികൾ കാണുന്ന ലോകം ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വലിയ ലോകങ്ങളാണ്. നമ്മൾ ജനിച്ചു വളർന്നപ്പോൾ നമുക്ക് ഈ ആലത്തൂരും പാലക്കാടും കൂടിപ്പോയാൽ കേരളവും മാക്സിമം പോയാൽ ഇന്ത്യയിൽ ഒരു 5-6 സംസ്ഥാനം അറിയാം. ഇതിനപ്പുറത്തേക്കുള്ളൊരു എക്സ്പോഷർ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ കുട്ടികൾ ജനിച്ച് വീഴുമ്പോൾ കേൾക്കുന്ന പാട്ട് കൊറിയൻ ബാൻഡായിട്ടുള്ള BTSൻ്റെ പാട്ടായിരിക്കും. പല സ്കൂളിലും ഇപ്പോൾ യുവജനോത്സവത്തിന് കുട്ടികൾ വന്നിട്ട് പാടുന്ന പാട്ടുകൾ കൊറിയൻ പാട്ടുകൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷയിലെ പാട്ടുകൾ, അവിടുത്തെ സിനിമകൾ, അവിടുത്തെ കഥകൾ, അവിടുത്തെ ഷോകൾ, ഇതൊക്കെയാണ് അവർ സംസാരിക്കാറുള്ളത്. ഈ ഒരു ഗ്യാപ്പും ഇവർക്ക് കിട്ടുന്ന ആക്സസും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് അവർക്കറിയാം. അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അവർക്ക് എളുപ്പത്തിൽ പറ്റും. കുട്ടികളെന്നുള്ള രീതിയിൽ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഗംഭീരമായിട്ട് അവർ കാണുന്ന സാധനത്തിനെ ഒളിപ്പിച്ചു വയ്ക്കാൻ അവർക്ക് പറ്റും. ആ ഒളിപ്പിച്ചു വയ്ക്കുന്നത് മോശപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല, നല്ല കാര്യങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലാകാത്തതുമുണ്ട്. എന്നാൽ അതിൽ മോശപ്പെട്ട കാര്യങ്ങളുമുണ്ട്. ഈ മോശപ്പെട്ട കാര്യങ്ങളിൽ വലിയ കുഴപ്പങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, വലിയ രീതിയിലുള്ള പുതിയ കണ്ടൻറ്റുകൾ ഇങ്ങനെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കണ്ടൻറ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മളിൽ തന്നെ പല ആൾക്കാരും ഫോൺ എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് യൂട്യൂബിൽ പോയി കാണും. റീലുകൾ എന്ന് പറഞ്ഞൊരു സാധനം കണ്ടിട്ടുണ്ടോ? യൂട്യൂബിനകത്തും അല്ലെങ്കിൽ ടിക്ടോക്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീലുകളുണ്ട്. 1 മിനിറ്റ് വീഡിയോകളാണ്. ഇത് മുൻപ് 1/2 മിനിറ്റ് വീഡിയോയും 15 സെക്കൻഡ് വീഡിയോ ഒക്കെ ആയിരുന്നു. ഈ റീലുകൾ കാണുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീല് ഭയങ്കര അഡിക്ഷനാണ്. നിങ്ങൾ തന്നെ കണ്ടു തുടങ്ങിക്കോളും, നിർത്താൻ പറ്റില്ല. എൻ്റെ വീട്ടിലൊരാളവിടെ നിർത്താൻ പറ്റാതിരിപ്പുണ്ട്. അത് 13 വയസ്സുള്ള എൻ്റെ മകനല്ല, 72 വയസ്സുള്ള എൻ്റെ അമ്മയാണ്. രാവിലെ ഫോൺ എടുത്ത് അമ്മ റീല് കാണാൻ തുടങ്ങും. ഞാൻ ചെന്ന് ചോറ് ചോദിക്കുമ്പോഴത്തേക്കും ചോറോ, ഞാൻ മറന്നുപോയി, നീ ഒരു കാര്യം ചെയ്യും ഓർഡർ ചെയ്യൂ എന്ന് പറയുന്ന രീതിയിൽ അഡിക്ഷനായി കഴിഞ്ഞു. ഈ ഒരു അവസ്ഥ നമുക്കുണ്ടാവും, നമ്മൾ കണ്ടു തുടങ്ങിയാൽ മതി. ഇതിൻ്റെ കുഴപ്പം എന്താണെന്നറിയോ? ഈ 30 സെക്കൻഡുള്ള ഒരു റീല് നമ്മൾ കണ്ടു തുടങ്ങിയാൽ നമ്മൾ ചുരുങ്ങിയത് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ നേരം കണ്ടുകൊണ്ടേയിരിക്കും. 3 മണിക്കൂർ നേരം 30 സെക്കൻഡുള്ള എത്ര റീല് നിങ്ങൾക്ക് കാണാൻ പറ്റും? ബേസിക് മാത്സ് ആണ്. 1 മിനിറ്റിൽ 2 റീല്, 60 മിനിറ്റിൽ 120 റീല്, 3 മണിക്കൂറിൽ 360 റീല് നിങ്ങൾ കാണുന്നുണ്ട്. ഒരു റീൽ എന്ന് വെച്ചാൽ ഒരു കഥയാണ്. 360 കഥകൾ നമ്മൾ വെറും 3 മണിക്കൂർ കൊണ്ട് നമ്മുടെ തലയ്ക്കുള്ളിൽ പ്രോസസ്സ് ചെയ്യണം. നമ്മൾ ഒരു സിനിമ കാണുന്നത് 2 മണിക്കൂർ കൊണ്ടാണ്. അല്ലെങ്കിൽ പണ്ടൊക്കെ ടെസ്റ്റ് ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരാണ്, ഒരു ഫുൾ ഡേ എടുത്തിട്ട് ഒരു കളി കണ്ടുകൊണ്ടിരുന്ന മനുഷ്യന്മാരാണ്. അല്ലെങ്കിൽ 5 ദിവസം കൊണ്ട് കളി കണ്ടുകൊണ്ടിരുന്ന മനുഷ്യന്മാർക്ക് 3 മണിക്കൂർ കൊണ്ട് 360 കഥകൾ വായിക്കുന്നതിന് ഇക്വലൻ്റായ തലച്ചോറിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഫോക്കസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവില്ല. ക്ലാസ് മുറി ഇരിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ക്ലാസ് മുറിയിൽ ഇരിക്കുമ്പോൾ റീല് കണ്ട് ശീലിച്ച ഒരാൾക്ക് ക്ലാസ് മുറിയിൽ 30 സെക്കൻഡ് കഴിയുമ്പോൾ കൈയും കാലും തരിക്കും. അടുത്ത സ്വൈപ്പ് ചെയ്ത് അടുത്തതിലോട്ട് പോകാൻ ടെൻഡൻസി വരും. ഇത് അവരുടെ പഠനത്തിനെ ബാധിക്കും. ഇത് അവരുടെ സോഷ്യൽ ഇൻട്രാക്ഷനെ ബാധിക്കും. കുട്ടികൾ ഗെയിമുകളിൽ അട്രാക്റ്റഡ് ആവും. ഭയങ്കര അഡിക്റ്റീവായിട്ടുള്ള ഗെയിമുകളുണ്ട്. ഗെയിമുകൾ എന്ന് പറയുന്നത് ഇത്രത്തോളം അഡിക്ഷൻ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഗെയിമിനകത്തുള്ള പ്രകടിപ്പിക്കപ്പെടുന്ന പല കാര്യങ്ങളും അവരെ സ്വാധീനിക്കും. പല ഗെയിമുകളും വളരെ ടോക്സിക് ആയിട്ടുള്ള ഗെയിമുകളാണ്. അപകടകരമായ തരത്തിലുള്ള വയലൻസ് കാണിക്കുന്ന, മനുഷ്യന്മാരെ ഒബ്ജക്റ്റുകളായി കാണിക്കുന്ന, പ്രത്യേകിച്ച് സ്ത്രീകളെ വസ്തുക്കളായി മാത്രം കാണിക്കുന്ന തരത്തിലുള്ള ഗെയിമുകൾ വളരെ വ്യാപകമായി കുട്ടികൾക്കിടയിൽ പ്രചരിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, കുട്ടികൾ ഗെയിമുകൾ വഴി മനുഷ്യന്മാരുമായി സംസാരിക്കും. അപ്പോൾ ഗെയിം വഴി ചാറ്റ് ചെയ്യാൻ പറ്റും. ചാറ്റ് ചെയ്യുമ്പോഴുള്ള കുഴപ്പം എന്താ? ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആർക്കൊന്നും നമ്മൾക്കറിയില്ല. ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ എന്ത് പറഞ്ഞാലും ഇവർ വിശ്വസിക്കുന്ന ഒരു ഘട്ടം വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ രാവിലെ ഇവിടെ വന്നത് തൊട്ട് ഇത്രയും നേരം വരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ നിങ്ങൾ ഏതാണ്ട് ബ്ലൈൻഡായിട്ട് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ കണ്ണിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അതായത് വെറും ഒരു ദിവസത്തെ പരിചയത്തിൽ എനിക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരായി, നിങ്ങൾക്ക് ഞാനും പ്രിയപ്പെട്ട ഒരാളായി മാറിക്കഴിഞ്ഞു. നമ്മളൊരു ഗെയിമിനകത്ത് 10-30 ദിവസം ഒരുമിച്ചിരുന്ന് ഗെയിം കളിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളിന് നമ്മുടെ അടുത്തൊരു ഇഷ്ടം തോന്നും, അല്ലെങ്കിൽ നമ്മളെ വിശ്വസിക്കാൻ തുടങ്ങും. ഇത് മിയർ എക്സ്പോഷർ ഒരു ബയാസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം മാനസികമായ ഒരു അവസ്ഥയാണ്. ഈ മിയർ എക്സ്പോഷർ ബയാസ് വന്നു കഴിഞ്ഞാൽ, അതായത് വെറും കാഴ്ചയിൽ നിന്നുണ്ടാക്കുന്ന ബയാസ് നമ്മളെ സ്വാധീനിക്കാൻ അവർക്ക് അവസരം കൊടുക്കും. ഈ അവസരം കൃത്യമായി ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ മാമിൻ്റെ വീട് മറ്റേ ഒരു റിസോർട്ട് ഉണ്ടല്ലോ, അതിൻ്റെ അടുത്താണോ?
അല്ല പിന്നെ ഞാൻ പക്ഷേ അതിൻ്റെ അടുത്ത് ഞാൻ അവിടെ എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്നറിയോ? ഞാൻ കുറച്ചുകൂടെ കുറച്ചുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കഥകളൊന്നും പറയാതെ ഞാൻ ഈ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പലപ്പോഴും സംഭവിക്കാറുണ്ട്. മറ്റേ വയലിൻ്റെ വടക്കല്ല, തെക്ക് തിരിച്ചു പറയും. അപ്പോൾ തെക്ക് മറ്റേ ഗോപാലൻ ചേട്ടനല്ല, മൊയ്തീൻകുട്ടിയുടെ വീടിൻ്റെ മൂന്നാമത്തെ വീടിൻ്റെ അപ്പുറത്ത് പച്ച കളറടിച്ച വീടാണ് എൻ്റെ അതെന്ന് ഞാൻ ചോദിക്കാതെ തിരിച്ചിങ്ങോട്ട് പറയും. നമ്മൾ നോർമൽ കോൺവെർസേഷനിൽ പറയും. ഓൺലൈനിൽ വന്ന് കുറേ ദിവസം നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന ഒരു സുഹൃത്തായി നമ്മുടെ മുന്നിൽ നടിക്കുന്ന ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിതൊക്കെ പറയും. നമ്മളിത് പറയുമെങ്കിൽ 10, 40, 50, 60 വയസ്സുള്ള നമ്മൾ പറയുമെങ്കിൽ 12, 13 വയസ്സുള്ള ഒരു കുട്ടി പറഞ്ഞാൽ പറയില്ലെന്ന് എന്താ ഉറപ്പ്? ഫിസിക്കൽ ലൊക്കേഷൻ എക്സ്പോസ് ചെയ്യും, ഇന്നർ ഫീലിങ്സ് എക്സ്പോസ് ചെയ്യും, ഇമോഷണലി വൾണറബിൾ ആകും, പ്രേമിച്ചു പോവും ചില ആൾക്കാർ. അല്ലെങ്കിൽ ചില തരത്തിൽ അവർ പറയും ഇന്നത് നല്ലതാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ വേറൊരാളെ പറ്റി ഒരു കുറ്റം പറഞ്ഞാൽ അതും വിശ്വസിക്കാൻ തുടങ്ങും. ഇത്തരത്തിൽ മാനിപ്പുലേറ്റഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു സോഷ്യൽ എൻജിനീയറിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സിൽ അവർ പെട്ടുപോകാം. ഇവർ മാത്രമല്ല, നമ്മളും പെട്ടുപോകാം. നമ്മൾ പെട്ടുപോകുന്നത് കൊണ്ടാണ് പലതരത്തിലുള്ള ഫ്രോഡുകളിൽ നമ്മൾ ചെന്ന് വീണു പോകുന്നത്. ഇതത്ര ചെറിയ പ്രശ്നമല്ല. അപ്പോൾ പുതിയ തരം ശീലങ്ങളും പുതിയ ചിന്തകളും പരിചയമില്ലാത്തൊരു തലച്ചോറ് ഭ്രാന്ത് പിടിച്ച് കാണിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ഈ പുതിയ ലോകത്തിൻ്റെ സംഭാവനയാണ്. നമ്മളും നമ്മുടെ ചുറ്റുപാടുകളും കുട്ടികളും ഒക്കെ ഇതിൽ പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റിയലൈസ് ചെയ്തേ പറ്റൂ. അതിനർത്ഥം വീട്ടിൽ ചെന്ന ഉടനെ കുട്ടിയുടെ അടുത്തൊന്നും ഫോൺ പിടിച്ച് വാങ്ങിച്ചിട്ട് ഇനി ഇത് തുടരുത് എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അവർക്ക് വളരാനുള്ള ടൂളാണിത്. ഈ ഫോണില്ലാതെ, ഈ സാങ്കേതിക വിദ്യകളില്ലാതെ അവർക്ക് വളരാൻ പറ്റില്ല. അവർക്ക് ഫോൺ കൊടുത്തേ പറ്റൂ. നിർബന്ധമായും അവരെ ടെക്നോളജിയിലേക്ക് എക്സ്പോസ് ചെയ്യണം. പക്ഷെ ആ എക്സ്പോസ് ചെയ്യുന്ന മൊമെൻറ്റിൽ തന്നെ നമ്മൾ കൂടി അതിനകത്ത് ഇൻവോൾവ് ചെയ്യണം. നമ്മൾ കൂടെ ഇരുന്നിട്ട് അറിയില്ല എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഒന്ന് പറഞ്ഞു തരാം. ഞാനൊരു കഴിഞ്ഞ തവണത്തെ ഒരു വർക്ക്ഷോപ്പിൽ പോയപ്പോൾ ഒരമ്മ പറഞ്ഞാണ്, ഞാൻ ചോദിച്ചു എന്താ ചെയ്യുന്നത്? ഞാനൊരു ഗെയിമറാണെന്ന് പറഞ്ഞു. ഞാൻ അന്തം വിട്ടുപോയി. കാരണം എന്ന് വെച്ചാൽ ഒരു തീരദേശ പ്രദേശത്തുള്ള ഒരു താഴ്ന്ന വരുമാനത്തിൽപ്പെടുന്ന ഒരു അമ്മ പറയാണ് ഞാനൊരു ഗെയിമറാണ്. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ ഗെയിമറായത്? എൻ്റെ മക്കൾ ഗെയിം കളിക്കുമായിരുന്നു, എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു, അവരെന്നെ ഗെയിം കളിച്ച് പഠിപ്പിച്ചു. ഇപ്പം എനിക്ക് നന്നായിട്ട് ഗെയിം കളിക്കാൻ അറിയാം, ഞാനൊരു ഗെയിമറാണ്, അതിന് വരുമാനവും കിട്ടും. ഒരു സാധ്യതയാണ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരുടെ അടുത്ത് ഓപ്പണായി സംസാരിക്കുന്നു, ഇനി ഇന്ന കുഴപ്പങ്ങളുണ്ട്, ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഗുണങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അവരെ നിയന്ത്രിക്കാനൊന്നും കാല് കെട്ടിയിടാനൊന്നും പറ്റത്തില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് തുറന്ന സംഭാഷണങ്ങൾക്ക് നമുക്കൊരു ഓപ്ഷൻ കിട്ടുന്നു എന്നുള്ളത് വലിയൊരു സാധ്യതയാണ്. മറ്റൊരു വലിയ പ്രശ്നം അറിവ് എന്ന മാലിന്യമാണ്. ഇൻഫർമേഷൻ ഈസ് വെൽത്ത് എന്ന് പഠിച്ച് വളർന്ന നമ്മൾ എപ്പോഴൊക്കെ അറിവ് കിട്ടുമോ അപ്പോഴൊക്കെ അറിവിനെ ഗുണമായിട്ട് കണ്ടുകൊണ്ടിരുന്ന നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട സാധനം, അറിവ് എന്ന സാധനം ഇപ്പോൾ ആവശ്യത്തിൽ കൂടുതലുണ്ട്. അറിവിൽ ഇൻഫർമേഷൻ എന്ന പ്രത്യേക സംഭവം ആവശ്യത്തിൽ കൂടുതലായി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ഈ ബിരിയാണി കഴിക്കാൻ നമുക്ക് വലിയ താല്പര്യമായിട്ട് വീട്ടിൽ വാങ്ങിക്കുകയാണ്. വീട്ടിൽ 5 പേരുണ്ട്, 5 ബിരിയാണി വാങ്ങിച്ചാൽ സുഖമായിട്ട് കഴിക്കാം. 50 ബിരിയാണി കിട്ടിയാലോ? 5 എണ്ണം നമ്മൾ കഴിക്കും. 5 എണ്ണം വേണമെങ്കിൽ ഫ്രിഡ്ജ് വയ്ക്കും, അടുത്ത ദിവസത്തേക്ക് കഴിക്കാം. ബാക്കിയുള്ള 40 എണ്ണം വേണമെങ്കിൽ തൊട്ട് അയൽവാസികൾക്കൊക്കെ നമ്മൾ വിതരണം ചെയ്ത് നിന്നിരിക്കും. 500 ബിരിയാണി കിട്ടിയാലോ? 500 ബിരിയാണി കിട്ടിയാൽ ഇതൊക്കെ ചെയ്താലും ബാക്കി 450 ബിരിയാണി കിടക്കും. ഈ 450 ബിരിയാണി അവിടെ ഇരുന്ന് ചീഞ്ഞളിഞ്ഞ് അത് ബാധ്യതയായി മാറും. അറിവ് ഇപ്പം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യത്തിൽ കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ആവശ്യത്തിൽ കൂടുതൽ കിട്ടുന്ന ഇൻഫർമേഷൻ്റെ പ്രശ്നം, ഇത് വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, തെറ്റായ വിവരങ്ങൾ, ഫേക്ക് ന്യൂസുകളുടെ വ്യാപനമാണ്. ഫേക്ക് ന്യൂസുകൾ തന്നെ 3 തരത്തിലുണ്ട്. ഒന്ന് മിസ്ഇൻഫർമേഷൻ, രണ്ടാമത്തത് ഡിസ്ഇൻഫർമേഷൻ, മൂന്നാമത്തത് മാലിൻഫർമേഷൻ. ഇത് കേട്ട് പേടിക്കൊന്നും വേണ്ട, ലളിതമായി പറയാം. ഒരു നുണ, ഒരു തെറ്റ്, ഒരു കള്ളം, ആ കള്ളം അറിയാതെ ഞാൻ വേറൊരാളടുത്ത് പറഞ്ഞാൽ അത് മിസ്ഇൻഫർമേഷൻ. ഉദാഹരണത്തിന് കോവിഡിൻ്റെ സമയത്ത് നമുക്ക് എല്ലായിടത്തും ആൾക്കാർ വന്ന് പറയണ്ടാവും, കോവിഡ് മാറാനായി പെരിഞ്ചീരകവും മഞ്ഞളും മറ്റേ ഉപ്പും കൂടെയൊക്കെ ചേർത്തിട്ട് കലക്കി കുടിച്ചാൽ മാറും, അല്ലെങ്കിൽ വെയിലത്ത് നിന്ന് വെയിൽ കൊണ്ടാൽ കോവിഡ് മാറും എന്നൊക്കെ നമ്മുടെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ടാവും. നമ്മളത് വിശ്വസിച്ചിട്ടുണ്ടാവും, നമ്മളത് ഫോർവേഡ് ചെയ്തിട്ടുണ്ടാവും. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യണ ഒരു മണ്ടത്തരമല്ല, അറിയാതെ പറ്റിപ്പോകുന്ന ഒരു സാധനമാണ്. വേറൊരാളെ ഉപദ്രവിക്കണമെന്ന് നമുക്കൊരു ഉദ്ദേശവുമില്ല. ഇതാണ് മിസ്ഇൻഫർമേഷൻ. എന്നാൽ ഒരാൾ മറ്റൊരാളെ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അത് ഡിസ്ഇൻഫർമേഷൻ.
ഇപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ പുറകെ ഇരിക്കുന്ന ആളിന് അതത്ര ഇഷ്ടപ്പെടാനില്ല. ഓക്കെ, അപ്പോൾ വന്നിട്ട് അദ്ദേഹം വന്ന് ഈ മാമിൻ്റെ അടുത്ത് പറയാണ്, മറ്റേ മാം നിങ്ങളെപ്പറ്റി ആ സമയത്ത് പറഞ്ഞത് ഞാനായിട്ട് നിങ്ങൾക്കിടയിൽ ഇനി ഗുലുമാലൊന്നും ഉണ്ടാക്കണില്ല. ഒരൊറ്റ വാചകം മതി, എന്താണെന്ന് പോലും പറഞ്ഞത് ഒരു ചെറിയൊരു ഒരസി അങ്ങ് വിട്ടുകൊടുക്കും. അത് വലിയ പ്രശ്നങ്ങളിൽ വരും. ഡിസ്ഇൻഫർമേഷൻ ഇതാണ്, ഒരാളെ ഉപദ്രവിക്കണമെന്ന് മനഃപൂർവ്വം വിചാരിച്ചുകൊണ്ട് വേറൊരാളൊരു ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അത് ഡിസ്ഇൻഫർമേഷൻ. മാൽ ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റായ സമയത്ത് ശരിയായ വിവരം പറയലാണ്. അതായത് തെറ്റായ സമയത്തിലും സാഹചര്യത്തിലും. ഇന്ന് എന്താണ്, വ്യാഴാഴ്ചയാണോ, എന്താ ദിവസം ഏതായിരുന്നു ഞാൻ മറന്നുപോയി, ഇന്ന് ബുധനാണെന്ന് ഞാനൊരു പേപ്പറിൽ എഴുതി. എന്നിട്ട് ഞാൻ ഈ പേപ്പർ ഇപ്പം നിങ്ങളെ കാണിക്കുന്നില്ല, പകരം നാളെ രാവിലെ കൊണ്ടുവന്നിട്ട് ഞാൻ എഴുതിയപ്പോൾ സത്യമായ ഒരു കാര്യം നിങ്ങളെ കാണിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ട് തുറന്നാൽ എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്, ഇന്ന് ബുധനാണെന്നാണ്, ഞാൻ കാണിക്കുന്ന വ്യാഴാഴ്ചയാണ്. അത് ശരിയാണോ? തെറ്റായ സമയത്ത് ഒരു ശരിയായ ഇൻഫർമേഷൻ കൊണ്ടുവന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പലപ്പോഴും വലിയ അപകടങ്ങളുണ്ടാക്കും. അത് മാൽ ഇൻഫർമേഷൻ. ഈ 3 പ്രശ്നങ്ങളും നമ്മുടെ ചുറ്റും വലിയ രീതിയിൽ വ്യാപകമാവുന്നുണ്ട്. ഇതിനെപ്പറ്റി ധാരണയില്ലാത്ത മനുഷ്യന്മാരെ കുടുക്കാൻ ഇത് ഭയങ്കര എളുപ്പമാണ്. ഈ കുടുക്കാനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള സാങ്കേതിക വിദ്യകൾ നമുക്ക് വലിയ രീതിയിൽ പ്രേരണ തരുന്നുമുണ്ട്. അതിലൊരു സാധനം നിങ്ങളെന്ന് കാണിച്ചു തരാം. ഈ സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? മോഹൻലാലും മമ്മൂട്ടിയും, പിറകിൽ ഒരാൾ നിൽപ്പുണ്ട്, ദുൽഖർ സൽമാൻ. ഫഹദ് ഫാസിൽ. ഇവിടെ വെണ്ടയ്ക്കാക്ഷരത്ത് ഞാൻ എഴുതി വച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കണം, ഫേക്കാണ്. ഇതെന്താ സംഭവം എന്നറിയാം? ഇപ്പം കണ്ട വീഡിയോ ഇത് ഇറക്കിയിട്ട് ഏതാണ്ട് 2 കൊല്ലത്തോളമായി. ഇത് ഡീപ്പ് ഫേക്ക് എന്ന് പറഞ്ഞിട്ടൊരു സാങ്കേതിക വിദ്യയാണ്. ഈ ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത് ഇത് ആ സിനിമ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് മൂവിയാണ്. അതിനകത്ത് അൽപാച്ചിനോയും വേറെ 1-2 ആക്ടേഴ്സും, അൽപാച്ചിനോ എന്നുള്ള ഒരു ആക്ടറിനെ കേട്ടിട്ടുണ്ടല്ലോ, വളരെ ഫേമസ് ആയ ഒരു ഇംഗ്ലീഷ് ആക്ടറാണ്. അവർ അഭിനയിച്ച ആ റോളൊക്കെയാണ് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ അഭിനയിക്കുന്നത്. ഇത് ഉണ്ടാക്കിയ ആൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിത് ഉണ്ടാക്കാനായിട്ട് ഏതാനും മണിക്കൂറുകളെ വേണ്ടി വന്നുള്ളൂ. 2 കൊല്ലം മുമ്പത്തെ കഥയാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല കുറച്ച് ദിവസങ്ങളിലേക്ക്. കാരണം ഇതുണ്ടാക്കാൻ പോകുന്ന അപകടങ്ങളെപ്പറ്റി എനിക്ക് ഭയങ്കരമായ ആദ്യമൊന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴൊരാളടുത്ത് ചോദിക്കണം, നിങ്ങൾക്ക് ഡീപ്പ് ഫേക്ക് വീഡിയോ ഉണ്ടാക്കാൻ എത്ര നേരം വേണം? അവർ പറയും ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ്. അന്ന് 2 കൊല്ലം മുമ്പ് 1-2 മണിക്കൂർ എടുത്തൊരു സാധനം ഇപ്പോൾ നമുക്ക് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എനിക്ക് ആകെ വേണ്ടത് നിങ്ങളുടെ ഒരു ഡീപ്പ് ഫേക്ക് വീഡിയോ ഉണ്ടാക്കാനായിട്ട് നിങ്ങളുടെ ഒരു ഫോട്ടോ മാത്രം മതി, ഒറ്റ ഫോട്ടോ. ഇനി നിങ്ങളുടെ ഒരു ശബ്ദം കൂടി ഉണ്ടെന്നിരിക്കട്ടെ, ആ ശബ്ദം കൂടി ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പാട്ട് കേട്ടിട്ടുണ്ടല്ലോ, പാടിയാരാ? യേശുദാസ്. ബാക്ക്ഗ്രൗണ്ടിൽ വേറൊരു പാട്ടുണ്ട്, രണ്ടും കൂടെ ഒരുമിച്ച് പ്ലേ ആവുന്നതിൻ്റെ കുഴപ്പമുണ്ട്. രണ്ടാമത്തെ പാട്ട് പാടിയിരിക്കുന്ന മൈക്കിൾ ജാക്സനാണ്. മൈക്കിൾ ജാക്സൻ്റെ ശബ്ദം എടുത്തിട്ട് യേശുദാസിൻ്റെ പാട്ടിനകത്ത് മിക്സ് ചെയ്തിട്ട് പ്രമദവനം എന്ന പാട്ട് മൈക്കിൾ ജാക്സൺ വളരെ ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ ശബ്ദത്തിന്, ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അബു നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ കുഞ്ഞു കഷ്ണം എടുത്തതിന് ശേഷം എൻ്റെ ശബ്ദം എടുത്തിട്ട് വളരെ മികച്ച രീതിയിൽ നാട്ടുകാരെ തെറി വിളിക്കുന്ന ഒരു സ്ഥലത്ത് എൻ്റെ ശബ്ദം എടുത്തൊന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്ത് സംഭവിക്കും? തെറി പറയും. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഈ വീഡിയോയും കൂടെ എടുത്തിട്ട് അതും കൂടെ കൊണ്ടുവച്ചാലോ, ഞാൻ ഒറിജിനലി തെറി പറയുന്നതായി നാട്ടുകാർക്ക് തോന്നും. ഒരു ഇലക്ഷന് ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. ആ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം നിശബ്ദ പ്രചരണത്തിൻ്റെ അന്ന് ഈ വീഡിയോ തൊട്ട് ഉള്ള ചുറ്റുമുള്ള എല്ലാ മനുഷ്യന്മാർക്കും അയച്ചു കൊടുത്തു. എനിക്കിത് പ്രതിരോധിക്കാൻ പറ്റുമോ? ഇത് നടക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നമ്മുടെ ചുറ്റുമുള്ള ഇലക്ഷൻ റിഗ്ഡാണ്, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും.
അൽഗോക്രസി എന്ന് പറയുന്ന ഒരു വലിയ അപകടം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അൽഗോരിതങ്ങളും ഡെമോക്രസിയും മിക്സ് ചെയ്തിട്ട് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ചുറ്റുമുള്ള സാങ്കേതിക വിദ്യയ്ക്ക് കഴിയുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത്തരത്തിലൊരു ബബിളിനകത്തങ്ങ് കുടുങ്ങിപ്പോവും. ഇതിന് എക്കോ ചേംബർ എന്ന് പറയും. നമ്മൾ പറയുന്നത് എക്കോ ചെയ്ത് നമുക്ക് തന്നെ കേൾക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തെത്തുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ വിചാരിക്കും ഞാനൊരു ക്യാമ്പയിൻ നടത്തി, നാട്ടുകാർ മുഴുവൻ ഹാപ്പിയായി, എല്ലാവരും എൻ്റെ അടുത്ത് സപ്പോർട്ട് ചെയ്യണു. നിങ്ങൾ ആക്ച്വലി മറ്റുള്ളവരിലേക്ക് എത്തുന്നില്ല. മറ്റു മനുഷ്യന്മാർ അവരുടെ എക്കോ ചേംബറിനകത്ത് ചിലപ്പോൾ ഹെയ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ തെമ്മാടിത്തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നുണ്ടാവുക. സൊസൈറ്റിയിൽ ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു ബബിളുകൾ ഉണ്ടായി വരുന്നു. ചെറിയ പ്രശ്നമല്ല. ഇത്തരത്തിലുള്ള പ്രശ്നത്തിനൊപ്പം വരുന്ന വലിയൊരു വേറൊരു അപകടമാണ് ഈ സാധാരണക്കാർ പെട്ടുപോയേക്കാവുന്ന പല തരത്തിലുള്ള ഫ്രോഡുകൾ. ആ ഫ്രോഡുകളിൽ ചിലതൊക്കെ നിങ്ങൾ പത്രത്തിൽ കാണുന്നുണ്ടാവും. ഈ അടുത്ത സമയത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒക്കെ കേട്ടിട്ടുണ്ടാവുന്ന ഒരു രസമുള്ള ഫ്രോഡുണ്ട്. ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയും. പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. ഒന്നുമില്ല, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ വിളിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ഒരു സ്ഥിരം ഫോമാറ്റ് ഉണ്ട്. ഞാൻ മറ്റേ ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ ഒരു ഉദ്യോഗസ്ഥനാണ്, എനിക്ക് നിങ്ങളുമായിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ വിളിക്കും. അപ്പോൾ നമ്മൾ ഫോൺ എടുക്കും. എന്നിട്ട് പറയും നിങ്ങളുടെ പേരിൽ ഒരു സിം കാർഡ് എടുത്തിട്ടുണ്ട്, ആ സിം കാർഡ് അസ്വാഭാവികമായ രീതിയിൽ ചില ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നതായി ഞങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, ഇതാണെന്ന് പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പേര് പല സിം എടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ ആധാർ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ സിം എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ അവരെ എൻഗേജ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് അയാളുടെ ചിലപ്പോൾ അയാൾ കട്ട് ചെയ്യും, അയാൾ നമ്മൾ വിരട്ടിയിട്ടൊക്കെ വയ്ക്കും. കുറച്ച് കഴിയുമ്പോൾ വേറൊരു കോൾ വരും. ഞാൻ CBI ഉദ്യോഗസ്ഥനാണ്, നിങ്ങളുടെ സിം കാർഡ് ഉപയോഗിച്ച് ഒരു സാധനം പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ സിം കാർഡ് ഉപയോഗിച്ച് ഒരു തീവ്രവാദ പ്രവർത്തനം നടത്തി, അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് MDMA കയറ്റി അയച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം പറയും. അതുകൊണ്ട് നിങ്ങളുടെ ഇപ്പോൾ മുംബൈയിൽ നിന്നാണ് വിളിക്കുന്നത്, നിങ്ങളെ ഞാൻ ഡിജിറ്റലി അറസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ ഭയങ്കര ഇത്ര 10 കൊല്ലം ജയിലിൽ കിടക്കും, 20 കൊല്ലം ജയിലിൽ കിടക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. വെർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം പറയും. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സാധാരണക്കാരൻ വരണ്ടു. അപ്പോൾ നമ്മൾ പറയും അയ്യോ ഞാനല്ല അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമൊന്നുമില്ല, പിന്നെ വേണമെങ്കിൽ ഞാൻ ഔട്ട് ഓഫ് ദ വേ ഒരു കാര്യം ചെയ്യാം, എനിക്ക് കുറച്ച് പൈസ തന്നാൽ ഞാൻ സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു വീട്ടമ്മയുടെ കയ്യിൽ നിന്ന് എത്രയാണ് 4 കോടിയോ 4 കോടി രൂപ അവരുടെ സ്വർണവും അവരുടെ സ്വത്തും ഒക്കെ അവർ എവിടെയൊക്കെ കൊണ്ട് പ്ലഡ്ജ് ചെയ്തതിന് ശേഷം 4 കോടി രൂപ വീട്ടമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. ഇതുപോലെ ഇതൊരു എക്സാമ്പിളാണ്. ഇതുപോലെ കേരളത്തിൽ 2 കൊല്ലം മുമ്പ് ഞാനൊരു കണക്കെടുത്തപ്പോൾ സൈബർ പോലീസ് സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കണക്കെടുത്ത സമയത്ത് ഒരു മാസത്തിൽ അന്ന് നടന്നിരുന്ന ഫ്രോഡുകളുടെ കണക്ക് 4 കോടി പെർ മന്തായിരുന്നു. ഇന്നിപ്പോൾ 2 കൊല്ലം ഇപ്പുറത്ത് കിടക്കുമ്പോൾ എനിക്ക് കണക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്നൊക്കെയാണ് 4 കോടി പോണേ. അപ്പോൾ എത്ര ആവുമെന്ന് നമുക്കൊന്ന് ഊഹിച്ചു നോക്കാം. പലതരം ഫ്രോഡുകൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും എളുപ്പമുള്ള ഫ്രോഡ് എന്ന് പറയുന്നത് ഫിഷിംഗ് എന്ന് പറയും. ഈ വാക്കൊന്ന് ശ്രദ്ധിച്ചേക്കണേ. PHISHING ആണ്. സാധാരണ മീൻപിടുത്തത്തിൻ്റെ FISHING അല്ല, PHISING. ഇത് പല രീതിയിലുണ്ട്. ഒന്ന്, നമുക്ക് ഇമെയിൽ അയക്കും ഈ ചങ്ങാതിമാർ. ഇമെയിൽ അയച്ചിട്ട് പല രീതിയിൽ പറയും. ചിലപ്പോൾ ഒരു ഭീഷണി ഇമെയിൽ അയക്കും, ചിലപ്പോൾ പറയും നമുക്ക് ലോട്ടറി അടിച്ചെന്നായിരിക്കും. ഏതോ നാട്ടിൽ ഒരു രാജ്ഞി മരിച്ചു പോയപ്പോൾ ഈ നാട്ടിലെ ബാബു എന്ന പേരുള്ള ഒരാളിന്, ആലത്തൂരുള്ള ഒരാളിന് 550 കോടി രൂപ തന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ വീട്ടിൽ വന്നതാണ്. എൻ്റെ ചേട്ടൻ, എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. എന്നെ ഒരു ദിവസം രാവിലെ വിളിക്കുകയാണ്, എടാ ഒരു അത്യാവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ? എടാ എനിക്ക് കുറേ പൈസ വന്നു, പക്ഷേ ആരുടെ പറയരുത്. അപ്പോൾ ഞാൻ ചോദിച്ചു പൈസയോ? ഒരു 500 കോടി. അപ്പം ഞാൻ ചോദിച്ചു എത്ര? 500 കോടി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ സംഭവം? ഇങ്ങനെ എനിക്കൊരു മെയിൽ വന്നു. പുള്ളി കോളേജ് പ്രൊഫസറാണ്. പുള്ളി എന്നെ വിളിച്ച് പറയാണ് പുള്ളിക്ക് 500 കോടി അടിച്ചു. സീരിയസ്ലി സംഭവിച്ച കാര്യം അത്. ഇത് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വേറെ ആരുടെടുത്തും പറയണ്ട, ഇതൊരു ഫ്രോഡാണ്. പക്ഷേ ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. ഇതുപോലെ കോളേജ് പ്രൊഫസർമാർ, ബാങ്ക് ഓഫീസർമാർ, IAS ഉദ്യോഗസ്ഥന്മാർ ഒക്കെ പറ്റിക്കാൻ ഒരു ഇമെയിൽ അയച്ചാൽ മതി. അത്തരം തട്ടിപ്പുകൾ നമുക്കും വരാം, നമ്മുടെ കുട്ടികൾക്കും വരാം, നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്കും വരാം. സോ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നത് പോലെ നമുക്ക് വരുന്ന മെയിലുകളോ അല്ലെങ്കിൽ നമുക്ക് വരുന്ന മെസ്സേജുകളോ ഒന്നും തന്നെ വിശ്വസിക്കരുത് എന്ന് ആദ്യം തന്നെ പറയട്ടെ. രണ്ടാമത്തത്, ഒരു വ്യക്തിയെ കൃത്യമായി ലക്ഷ്യം വയ്ക്കാം. ഒരാളിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുകയാണിരിക്കട്ടെ, ആ ആളിനെ ഇപ്പോൾ മാം ഇവിടുത്തെ ബോർഡ് മെമ്പറാണെന്നറിയാം, ആ ബോർഡ് മെമ്പറിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഇന്ന സ്ഥാപനത്തിൻ്റെ ബോർഡ് മെമ്പർ അല്ലേ, അപ്പോൾ
ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് അല്ലേ എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് എടുത്തിട്ട് അങ്ങനെ നമ്മളെ പറ്റിക്കാൻ പറ്റും. പിന്നെ SMS അയച്ച് നമ്മളെ പറ്റിക്കാം. ശബ്ദം നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ യേശുദാസിൻ്റെ ശബ്ദത്തിൽ മൈക്കിൾ ജാക്സന് പാടാമെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ ശബ്ദത്തിൽ ഒരു കള്ളന് എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ വിളിക്കുന്ന ഫോൺ കോളുകൾ നമ്മൾ 100% വിശ്വസിക്കണമെന്ന് ഇല്ല എന്ന് മാത്രമല്ല എപ്പോഴും സംശയിക്കുക തന്നെ വേണം. അങ്ങനെ ശബ്ദത്തിലൂടെ നമ്മൾ പറ്റിക്കുന്നതിനെ വിഷിംഗ് എന്ന് പറയും. ഇതൊക്കെ ഓരോ ടൈപ്പാണ്. ചിലപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടികളൊക്കെ ഇപ്പോൾ ബാങ്കിങ് പ്രോസസ്സുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവുമല്ലോ. ഈ ബാങ്കിങ് പ്രോസസ്സുകളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടുത്തെ വൈഫൈ വെച്ച് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് ചെയ്യാൻ നോക്കും. നമുക്കൊരു കുഴപ്പം തോന്നില്ല. പക്ഷേ നമ്മൾ കണക്ട് ചെയ്യുന്ന വൈഫൈ എവിടുത്തെ ഒരു പബ്ലിക് വൈഫൈ ആണ്. ഈ പബ്ലിക് വൈഫൈയിൽ എന്താണ് പ്രശ്നം? ആൾക്കാർ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ആക്സസ് ചെയ്യാൻ ഹാക്ക് ചെയ്ത് കയറാനുള്ള സാധ്യത കൂടുതലായിരിക്കാം. അങ്ങനെയുള്ള വൈഫൈ കണക്ഷൻസ് മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മുടെ സിസ്റ്റങ്ങളിലേക്ക് ഹാക്ക് ചെയ്യാം. നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ സെർച്ചിങ്ങിൽ ഒരു ഗൂഗിൾ വഴി സെർച്ച് ചെയ്യുന്ന സ്ഥലത്ത് ആദ്യം കിട്ടുന്ന ഒരു ലിങ്ക് തെറ്റായ ലിങ്ക് ആയിരിക്കാം. അല്ലെങ്കിൽ നമ്മളെ കൃത്യമായിട്ട് തെറ്റായിട്ടുള്ള വെബ്സൈറ്റുകളിലേക്ക് തിരിച്ചുവിടാം. നമ്മുടെ വ്യക്തിവിവരങ്ങൾ ചോർത്തിയെടുക്കപ്പെടാം. ചിലപ്പോൾ നിങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും. ഫേസ്ബുക്കിൽ ആൾക്കാർ പറയും, എൻ്റെ പേരിൽ വേറൊരു അപരൻ ഇറങ്ങിയിട്ടുണ്ട്, വിശ്വസിക്കരുത്, അയാൾ പൈസ ചോദിക്കും എന്ന് പറയണല്ലോ. എൻ്റെ പേരിലുള്ള അപരൻ എൻ്റെ അടുത്ത് തന്നെ ഒന്ന് കാശ് ചോദിച്ച കഥ ഉണ്ടായിട്ടുണ്ട്. അതും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ കണ്ടൻറ്റിനെ, നമ്മുടെ ഫോട്ടോയും നമ്മുടെ ഡീറ്റെയിൽസിനെയും അടിച്ചു മാറ്റിയിട്ട് നമ്മളാണെന്ന് വേറൊരാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് നമ്മളെ പറ്റിക്കുന്ന തരത്തിലുള്ള കള്ളത്തരങ്ങൾ ഉണ്ടാകാറുണ്ട്. ഓൺലൈൻ ഷോപ്പിങ്ങിന് ചില സമയത്ത് വരും, മക്ഡൊണാൾഡ്സ് 25,000 രൂപ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, ഇന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ നൈക്കിയുടെ ഇന്ന ഷൂസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ശതമാനം ലാഭം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സാധനങ്ങളും മെസ്സേജ് വരും. ചിലപ്പോൾ അത് കണ്ടാൽ നമുക്ക് വിശ്വസിക്കാൻ തോന്നും. എവിടെ നിന്നെങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു ലിങ്ക് വന്നാൽ ക്ലിക്ക് ചെയ്യരുത്. എവിടെ നിന്നെങ്കിലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു SMS വന്നാൽ തുറക്കരുത്. ഒരു SMS കാണുകയാണ് നിങ്ങൾ ഇത്ര രൂപ വിഡ്രോ ചെയ്തതായി ഇന്ന ബാങ്കിൽ നിന്ന് മെസ്സേജ് വന്നു എന്ന് പറയുമ്പോൾ ഞാൻ വിഡ്രോ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ SMS തുറക്കരുത്. RAT എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, റാൻഡം ആക്സസ് ട്രയൽ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഒരു തട്ടിപ്പിൻ്റെ ഒരു വകഭേദമാണ്. ഇതേ കണക്ക് തന്നെ എൻ്റെ കൂടെ പഠിച്ച ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു സോണൽ മാനേജറായിട്ടുള്ളൊരു മനുഷ്യൻ, വലിയ പൊസിഷനിലുള്ള ഒരാളിന് ഇത് കണക്ക് ഒരു മെസ്സേജ് വന്നു, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഇത്ര രൂപ വിഡ്രോ ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പേടിച്ചു പോയി. എന്താണെന്ന് പറഞ്ഞിട്ട് അവൻ ചെന്ന് ഈ SMS തുറന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. അവൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടായിരുന്ന 60,000 രൂപ, ആ പർട്ടിക്കുലർ ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടായിരുന്ന 60,000 രൂപ പെട്ടെന്ന് പറഞ്ഞിട്ട് പലതവണയായിട്ട് അങ്ങ് പോയി. RAT എന്ന് പറയുന്ന ഒരു ഹാക്കിംഗ് അറ്റംപ്റ്റ് ആണ്. നമുക്കും സംഭവിക്കാം. ഇത് എല്ലാവർക്കും ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല, അങ്ങനെ സംഭവിക്കാൻ സാധ്യത ഇതാണ്. ഇതല്ലാതെ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നിങ്ങൾ നടത്തൂ, നമുക്ക് ഒരുപാട് ലാഭം കിട്ടും, ഇരട്ടി കിട്ടും, 3 ഇരട്ടി കിട്ടും, 5 ഇരട്ടി കിട്ടും. യൂട്യൂബിൽ വരെ വലിയ ഇൻഫ്ലുവൻസർമാരെന്ന് പറഞ്ഞിട്ട് വന്ന് നമ്മളെ പറ്റിച്ചിട്ട് പോകുന്ന ഒരു എന്താണ് ലോകമുണ്ട്. നമ്മളെ മണ്ടന്മാരാക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നിക്ഷേപ ചതികൾ നമുക്ക് ചുറ്റും വ്യാപകമായി സംഭവിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ സോഷ്യൽ എഞ്ചിനീയറിംഗ്, നമ്മൾ ഓരോരുത്തരെയും വ്യക്തിപരമായി മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ സോഷ്യൽ എഞ്ചിനീയറിങ്ങിലൂടെ നമുക്ക് നടത്താൻ പറ്റും. എക്കോ ചേമ്പറുകൾ ഞാൻ സൂചിപ്പിച്ചു. നമ്മുടെ ഡാറ്റ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഫോൺ, 2 ഫോണും കൊണ്ടാണ് ഞാൻ നടക്കുന്നത്. ഈ 2 ഫോൺ പ്രശ്നം, ഇത് ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോംബാണ്. ഞാൻ ഈ ഫോൺ എവിടെയെങ്കിലും വെച്ച് മറന്നു എന്നിരിക്കട്ടെ, ഈ ഫോൺ ഒരാളുടെ കൈ കിട്ടിയെന്നിരിക്കട്ടെ, ഇയാൾക്ക് പാസ്വേഡിനകത്തേക്ക് എങ്ങനെയെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഡാറ്റ മുഴുവൻ അതിനകത്തുണ്ട്. ഞാൻ ആരുടെ അടുത്ത് സംസാരിക്കുന്നു, എൻ്റെ ഫോട്ടോകൾ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഫോട്ടോകൾ, എൻ്റെ ബാങ്കിങ് പാസ്വേഡ്, എൻ്റെ GPay ഓപ്പൺ ആയിരിക്കും, എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, എല്ലാം ഇതിനകത്തുണ്ട്. ഈ സാധനം നഷ്ടപ്പെട്ടു പോയി എന്നിരിക്കട്ടെ, എന്ത് സംഭവിക്കും? നഷ്ടപ്പെട്ടു പോയാൽ കുഴപ്പമില്ല. ഒരാൾ എടുത്തിട്ട് അതിനെ മാനിപ്പുലേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? അത് ഉപയോഗിച്ചുകൊണ്ട് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്കെല്ലാവർക്കും സംഭവിക്കാവുന്നൊരു പ്രശ്നമാണ്. സോ സാങ്കേതിക വിദ്യ നമുക്ക് സാധ്യതകൾ മാത്രമല്ല ഉണ്ടാക്കുന്നത്, സാങ്കേതിക വിദ്യ പലതരത്തിലുള്ള കുരുക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ചില കുരുക്കുകളൊക്കെ അപകടകരമായ രീതിയിലുള്ള കുരുക്കുകളാണ്. സൈബർ ഗുണ്ടായിസം, നമ്മൾ പൊങ്കാലയിടൽ എന്നൊക്കെ പറയും. ഓൺലൈനായിട്ട് വന്ന് ഭീഷണിപ്പെടുത്തുക, ഓൺലൈനായിട്ട് വന്ന് നമ്മളെ മാനസികമായി തകർക്കുക, ഓൺലൈനായിട്ട് പിന്തുടരുക, സ്റ്റോക്ക് ചെയ്യുക. കുട്ടികൾക്കൊക്കെ ഏറ്റവും ഭീകരമായി അഫക്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. പല കുട്ടികളും ഇത്തരത്തിൽ സൈബർ സ്റ്റോക്കിങ്ങിനും സൈബർ ഗുണ്ടായിസത്തിനും അകപ്പെട്ടിട്ട് ഇവർ ആത്മഹത്യ പോലും ചെയ്യുന്ന കുട്ടികളുണ്ടായിട്ടുണ്ട്. എളുപ്പമല്ല ഈ ലോകം.
ഇതൊക്കെ ഉണ്ടെങ്കിലും വീണ്ടും ഞാൻ പറയുന്നു, ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ പ്രശ്നങ്ങളാണെങ്കിലും ഇത് ഇല്ലാതെ ജീവിക്കാൻ നമുക്ക് പറ്റാത്തൊരു ലോകത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ ഒറ്റ കാര്യമേ ചെയ്യാനുള്ളൂ, പഠിക്കുക. ഈ വിഷയങ്ങളെപ്പറ്റി നമ്മൾ അവെയറാവുക. അതിനെപ്പറ്റിയിട്ടുള്ള ശാസ്ത്രീയമായ വിവരങ്ങൾ കിട്ടുന്ന ഇടങ്ങൾ നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടുമോ അവിടേക്ക് പോകാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ അടുത്ത ചോദ്യം വരും, എന്താണ് ശാസ്ത്രീയം? അത് വീണ്ടും വലിയൊരു ചോദ്യമാണ്. ഗൂഗിളിൽ കിട്ടുന്നതൊന്നും ശാസ്ത്രമാണെന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ റാൻഡമായി സെർച്ച് ചെയ്തെടുക്കുന്ന സാധനങ്ങൾ കൃത്യതയോടുകൂടി ശരിയാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്ന എത്ര വാട്സാപ്പ് മെസ്സേജുകളെല്ലാം ശരിയാവണമല്ലോ. പലരും പലയിടത്തുനിന്ന് എടുത്ത് അയച്ചു തരുന്ന സാധനങ്ങളല്ലേ. അവിടെ കുറച്ചുകൂടി നമ്മൾ ചിന്തിക്കുകയും കുറച്ചുകൂടി മറ്റുള്ളവരോട് സംസാരിക്കുകയും കുറച്ചുകൂടി ഈ മേഖലയിൽ അറിവുള്ള ആൾക്കാരുടെ സപ്പോർട്ട് എടുക്കുകയും ചെയ്യേണ്ടി വരും. അത് നമുക്ക് കഴിയണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു കാര്യം കൂടെ ഉണ്ട്, ഇതുണ്ടാക്കുന്ന ഇപ്പോഴത്തെ കാലത്തെ മനഃശാസ്ത്ര പ്രശ്നങ്ങൾ ചെറുതൊന്നുമല്ല. വലിയ രീതിയിലുള്ള ഡിപ്രഷൻ, വലിയ രീതിയിലുള്ള ആങ്സൈറ്റി പ്രോബ്ലംസ്, പിന്നെ മാത്രമല്ല സാങ്കേതികവിദ്യ ഉണ്ടാക്കുന്ന തൊഴിൽ ഡിസ്ട്രപ്ഷൻ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് വലിയ വലിയ അപകടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ട്. ഇതുകൂടി മനസ്സിലാക്കണം. എനിക്ക് തോന്നുന്നു എനിക്ക് അലോചിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഫൈനൽ ഇതിലേക്ക് പോകാം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് നമ്മുടെ അശ്രദ്ധയാണ്. അതിൽ ഒരു മായാനദി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ആ സിനിമയ്ക്കകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാചകമുണ്ട്. അത് കുറച്ചൊരു എന്താ പറയുക, നിങ്ങളുടെ മുമ്പിൽ പറയാൻ എനിക്കൊരു നാണക്കേടുണ്ട്. എന്നാലും അതിനകത്തൊരു ലേഡി, ഒരു പെൺകുട്ടി വേറൊരു പെൺകുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഒരു നാറിയേയും വിശ്വസിക്കരുതെന്ന് പറയും. എനിക്ക് ഓൺലൈനായിട്ട് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, ഓൺലൈനായിട്ട് നിങ്ങൾ ആരെ കണ്ടാലും, ഇനിയിപ്പോൾ ഞാൻ തന്നെ നാളെ വന്നിട്ട് ഓൺലൈനായിട്ട് നിങ്ങളടുത്ത് കഥ പറഞ്ഞാലും വിശ്വസിക്കരുത്. നിങ്ങളുടെ സ്വന്തം മക്കളോ അല്ലെങ്കിൽ സ്വന്തം കുടുംബാംഗങ്ങളോ ഓൺലൈനായിട്ട് വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം, പൈസ വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞാലും, ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡീപ്പ് ഫേക്ക് ഒക്കെ വെച്ചിട്ട് വീഡിയോ കോൾ വിളിക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ ടെക്നോളജി ഉപയോഗിച്ചിട്ട് അതിനകത്ത് സൗണ്ട് കൂട്ടിച്ചേർക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ കോളിൽ വരുന്നത് സ്വന്തം മകനായിരിക്കും. പറയാണ്, അച്ഛാ ഞാൻ ഇന്ന സ്ഥലത്ത് പെട്ടുപോയി അച്ഛാ, എനിക്കൊരു 30,000 രൂപ ഇപ്പം അയക്കച്ചാ എന്ന് പറഞ്ഞാൽ, എൻ്റെ ഫോണും കളഞ്ഞുപോയി, ഇന്ന നമ്പറിലേക്ക് അയക്കാമെന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചാൽ അത് മകനാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. മകൻ തൊട്ടടുത്ത മുറി കിടന്നുറങ്ങുണ്ടാവും. അപ്പോൾ ഒരാളെയും വിശ്വസിക്കരുത് എന്നുള്ള ഒരു അവസാന വാക്കോടുകൂടി ഞാൻ തൽക്കാലം എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇന്നത്തെ ഈ എൻറ്റയർ സെഷൻ ഒരു ജസ്റ്റ് ഫാമർ എന്നുള്ള രീതിയിലുള്ള നിങ്ങളുടെ ഒരു വ്യക്തിത്വ വികസനമോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയോ മാത്രമല്ല, ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക് അറിയേണ്ട വിഷയങ്ങളെപ്പറ്റി ടച്ച് ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. വിജയിച്ചോ തോറ്റോ എന്നൊക്കെ ഉള്ളത് നിങ്ങളാണ് പറയേണ്ടത്. എന്തായാലും ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കാണാനും എല്ലാവരുടെ സംസാരിക്കാനും ഒക്കെ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. ഇനിയൊരു ഫീഡ്ബാക്ക് ഫോം ഉണ്ട്, അതുകൂടി എല്ലാവരും ഒന്ന് ഫില്ല് ചെയ്ത് തരണം. ഞങ്ങൾക്ക് ഇത് ഒരു പഠനം കൂടി എൻ്റെ കൂട്ടത്തിൽ നടത്തുന്നുണ്ട്. ടെലിഫോൺ നമ്പർ 9846302143 43. അരുൺ രവി എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ആ ഫീഡ്ബാക്ക് ഫോമും കൂടെ എല്ലാവരും ഒന്ന് ഫില്ല് ചെയ്ത് തരണം. എല്ലാവർക്കും ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും VMFTയുടെയും ആലത്തൂർ കോപ്പറേറ്റീവ് ഫാമർ പ്രൊഡ്യൂസർ സൊസൈറ്റിയുടെയും പേരിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ലഭ്യമായിരിക്കും. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. സോ അല്ലല്ല എല്ലാവർക്കും പങ്കെടുത്ത രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും അതൊരു നല്ല ഐഡിയ ആണ് സാർ. ആവശ്യത്തിന് ഫീഡ്ബാക്ക് ആയിട്ടാണ്. ഫീഡ്ബാക്ക് തരുമെന്ന് അല്ല, എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ സമയം ആയിക്കഴിഞ്ഞു. എങ്കിലും ക്വിക്കായിട്ട് 4 മണി, ഞാൻ 4 മണിക്ക് തീർത്തു കേട്ടോ. അപ്പോൾ ക്വിക്കായിട്ട് 1-2 പേരെങ്കിലും ഞങ്ങളുടെ ഒരു പെർഫോമൻസിനെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യം, പുകഴ്ത്തണമെന്നൊന്നും പറയുന്നില്ല, സത്യസന്ധമായിട്ടൊരു അതെ ഒന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. അപ്പോൾ ആരെങ്കിലും കൂടി ഒരു 2 ഒപ്പീനിയൻ കൂടി പറയണമെന്ന് പറയുന്നു. സോ റിജീഷ് പറയൂ.